ഇന്ത്യയുടെ പ്രതിരോധ മേഖല ഇപ്പോൾ പുതിയ ഉയരങ്ങൾ താണ്ടുകയാണ്. S5 ക്ലാസ് SSBN അതായത് സബ്മേഴ്സിബിൾ ഷിപ്പ് ബാലിസ്റ്റിക് ന്യൂക്ലിയർ അന്തർവാഹിനികൾ എത്തുന്നു. 13,000 ടൺ വെള്ളത്തിനടിയിൽ പ്രവർത്തിക്കുന്ന S5 ക്ലാസ് അന്തർവാഹിനികൾ ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡിൽ കാര്യമായ മുന്നേറ്റം അടയാളപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 5,000 മുതൽ 8,000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള K5A, K6A, MIRV അതായത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ SLBMകൾ ഘടിപ്പിച്ച 16 ബാലിസ്റ്റിക് മിസൈൽ ട്യൂബുകളുടെ ഭീമാകാരമായ ആയുധശേഖരം വഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അന്തർവാഹിനികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ S5 ക്ലാസ് SSBNകൾ 12 മിസൈൽ ട്യൂബുകളായിരുന്നു. അതായത് അന്തർവാഹിനിയുടെ ഇരുവശത്തും 6 വീതം. എന്നാൽ ഇപ്പോൾ ഇത് 16 ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ അന്തർവാഹിനിയുടെ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് അതായത് ഇരുവശത്തും 8 ട്യൂബുകൾ ഉൾക്കൊള്ളുന്ന തരത്തിലാണ് ഇതിന്റെ ഡിസൈൻ ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള 2 S5 ക്ലാസ് അന്തർവാഹിനികൾ ഒരേ സമയം നിർമ്മിക്കാനുള്ള പദ്ധതിക്കാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ വികസിപ്പിച്ചെടുത്ത 190 മെഗാവാട്ട് പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറാണ് ഈ S5 ക്ലാസ് SSBNകൾക്ക് ഊർജം പകരുന്നത്. പ്രൊജക്ട് 77 SSN പ്രോഗ്രാമിനും ഇതേ റിയാക്ടർ ഉപയോഗിക്കുമെങ്കിലും 2 ക്ലാസുകൾക്കും ഇത് വ്യത്യസ്തമായി ഒപ്റ്റിമൈസ് ചെയ്യും. ഈ S5 ക്ലാസ് SSBNകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രതികരണ ആക്രമണങ്ങൾ നടത്താൻ കഴിവുള്ള അതിജീവിക്കാവുന്നതും രഹസ്യ സ്വഭാവമുള്ളതുമായ ഒരു പ്ലാറ്റ്ഫോം പ്രദാനം ചെയ്യുന്നതിലൂടെ ഇന്ത്യയുടെ ആണവ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. MIRV ശേഷിയുള്ള SLBMകളുടെ സംയോജനം ഓരോ മിസൈലിനും ഒന്നിലധികം സ്ഥലങ്ങളെ ലക്ഷ്യമിടാൻ കഴിയും. ഇത് ഇന്ത്യയുടെ ആണവായുധ ശേഖരത്തിന്റെ ഫലപ്രാപ്തി ഗണ്യമായ രീതിയിൽ തന്നെ വർദ്ധിപ്പിക്കുന്നു. 8,000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഈ SLBMകൾ ശത്രു അയൽരാജ്യങ്ങളെ വരെ തടയാനുള്ള കഴിവ് ഇന്ത്യക്ക് പ്രദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാന വികസനത്തിലെ സുപ്രധാന നാഴികക്കല്ലായ തേജസ് മാക് 2 2026 ഈ വിമാനത്തിന്റെ ആദ്യ പറക്കൽ നടത്തുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് മാത്രമല്ല 2029 അവസാനത്തോടെ ഉൽപാദനത്തിലേക്കും ഇത് പ്രവേശിക്കാൻ പോകുന്നു. തേജസ് മാക് 2 പ്രോഗ്രാം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെയും എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെയും സഹകരണത്തോടെ സുഗമമായി പുരോഗമിക്കുകയാണ്. 2030 തുടക്കത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിന് ഡെലിവറികൾ ആരംഭിക്കുമെന്നുമാണ് പറയുന്നത്. അതായത് ഈ തേജസ് മാക് 2 കൃത്യമായ സമയത്ത് ഉൽപാദനത്തിൽ പ്രവേശിക്കുന്നതിന് HALഉം IAFഉം സങ്കീർണമായ ഒരു ഉദ്യോഗസ്ഥ പ്രക്രിയ നാവിഗേറ്റ് ചെയ്യണം. അതായത് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന്റെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയിൽ നിന്ന് ക്ലിയറൻസ് നേടുക എന്നതാണ് ഇതിന്റെ പ്രധാന ഘടകം. ഈ അംഗീകാരങ്ങൾക്കുള്ള സമയക്രമമാണ് ഇപ്പോൾ നിർണായകമായത്. 2027 അവസാനത്തോടെ IAF CCS ക്ലിയറൻസിനായി പോകും. അതുവഴി സമ്പന്ന പ്രക്രിയ തുടരാനും 2029 അവസാനത്തോടെ വിമാനം ഉൽപ്പാദിപ്പിക്കാനും കഴിയും. അതുപോലെ തന്നെ ആയുധ സംവിധാനത്തിന്റെ ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന പ്രവർത്തന ശേഷിയും ഉറപ്പാക്കും. അതായത് കാലക്രമേണ ASTE HALയുമായി സഹകരിച്ച് ഒന്നിലധികം ഘട്ടങ്ങളിലായി കൂടുതൽ ആയുധങ്ങളും സംവിധാനങ്ങളും സംയോജിപ്പിക്കുന്നതിനും പരീക്ഷിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കും. IAFനോടൊപ്പം സേവനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ തേജസ് മാക് 2നെ ക്രമേണ പൂർണ്ണമായും പോരാടാനുള്ള ഒരു ആയുധമാക്കി മാറ്റുമെന്നാണ് പറയുന്നത്. തേജസ് മാക് 2 അതിന് മുൻഗാമിയായ തേജസ് മാക് 1നെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട പ്രകടനവും ശേഷിയും ഉണ്ടായിരിക്കും. ഒരു മൾട്ടി റോൾ 4ാം തലമുറ യുദ്ധവിമാനത്തിനായുള്ള IAFന്റെ പ്രത്യേക ആവശ്യകതകൾ നിറവേറ്റുന്നതിനായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നൂതന ഏവിയോണിക്സ്, കൂടുതൽ ശക്തമായ എഞ്ചിൻ, മെച്ചപ്പെടുത്തിയ എയർഫ്രെയിം ഡിസൈൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇവയെല്ലാം തേജസ് മാക് 2വിനെ എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട് ദൗത്യങ്ങളിൽ ഫലപ്രദമായ പോരാട്ടമുള്ള ഒരു പ്ലാറ്റ്ഫോമാക്കി മാറ്റുന്നു. IAFന്റെ തന്ത്രപരമായ ഉദ്ദേശവും HALന്റെ സാങ്കേതിക വൈദഗ്ധ്യവും കൊണ്ട് തേജസ് മാക് 2 ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു പ്രധാന സ്വത്തായി മാറാൻ ഒരുങ്ങുകയാണ്. HALഉം ADAയും ചേർന്ന് IAFന് ആവശ്യമായ ഉയർന്ന നിലവാരം പുലർത്തുമെന്ന് ഉറപ്പാക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ വ്യോമശക്തിയുടെ ഐക്കണിക് MiG-21 BIS യുദ്ധവിമാനങ്ങൾ 2025 അവസാനത്തോടെ വിരമിക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ ഇപ്പോൾ ഈ വിമാനങ്ങളുടെ പുനർനിർമ്മാണ സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഉയർന്നു വരുന്നത്. അതായത് ഈ വിരമിക്കാൻ പോകുന്ന MiG-21 BIS വിമാനങ്ങളെ ആളില്ലാ പ്ലാറ്റ്ഫോമുകളാക്കി, അതായത് ഡ്രോണുകളാക്കി മാറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷികൾ വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള DRDOയുടെ നേതൃത്വത്തിലുള്ള പ്രൊജക്ട് കുശയുടെ കീഴിൽ ഇത് പ്രാവർത്തികമാക്കാനാണ് ലക്ഷ്യമിടുന്നത്.
വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കായുള്ള പരീക്ഷണത്തിലും പരിശീലനത്തിലും ഏരിയൽ ഡ്രോണുകൾ പലപ്പോഴും യുദ്ധവിമാനങ്ങളെ അനുകരിക്കുന്നുണ്ട്. MiG-21 വിമാനങ്ങളെ ആളില്ല ടാർഗറ്റ് ഡ്രോണുകളാക്കി മാറ്റുന്നതിനാണ് ഇപ്പോൾ ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് മറ്റൊരു നിർദ്ദേശവും ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. MiG-21 ബിസിനെ CATS അതായത് കോമ്പാക്ട് എയർ ടീമിംഗ് സിസ്റ്റം പ്രോഗ്രാമിന് കീഴിൽ കോമ്പാക്ട് ഡ്രോണുകളാക്കി മാറ്റുക. എന്നാൽ ഇപ്പോൾ ഈ രണ്ട് നിർദ്ദേശങ്ങളെയും IAF പിന്തുണയ്ക്കുന്നില്ല. MiG-21 വിമാനങ്ങളെ യുദ്ധ ഡ്രോണുകളായി മാറ്റിയാൽ അവയുടെ സേവന ജീവിതം വർദ്ധിപ്പിക്കുന്നതിനും അറ്റകുറ്റപ്പണികളിലും നവീകരണങ്ങളിലും തുടർച്ചയായ നിക്ഷേപം ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ ഇവയെ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് IAF ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള ഡിഫൻസ് അപ്ഡേറ്റ്സ് അറിയുന്നതിന് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.